നമസ്കാരം കൂട്ടുകാരെ. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ LDC പരീക്ഷ നടന്നു. അപ്പോൾ പരീക്ഷയുടെ ചോദ്യപേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ഒട്ടുമുക്കാൽ ആളുകൾക്കും ഒരാകാംക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ പരീക്ഷ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്, അത് എളുപ്പമായിരുന്നോ, വളരെ എളുപ്പമായിരുന്നോ, അതോ പാടായിരുന്നോ, വളരെ പാടായിരുന്നോ എന്നുള്ള ആ ഒരു നിലയിലേക്ക് അവരുടെ ആകാംക്ഷ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചധികം ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം വീഡിയോ ഇടുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾ വൈകി ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പരീക്ഷ എഴുതിയ ചില ഉദ്യോഗാർത്ഥികളുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ആദ്യം തന്നെ ഈ ചോദ്യപേപ്പർ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സോടുകൂടി പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അതേ മാനസികാവസ്ഥയിൽ ഈ പരീക്ഷാ പേപ്പർ ഞാനൊന്ന് സോൾവ് ചെയ്ത് നോക്കി. അതിനുശേഷം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത് എന്നും ആ പരീക്ഷ എഴുതിയ ഞാൻ സംസാരിച്ച ഉദ്യോഗാർത്ഥികൾ എന്നോട് എന്താണ് പറഞ്ഞതെന്നും അതിന് പ്രകാരം ഏകദേശം എത്രയായിരിക്കും ഈ പരീക്ഷയുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ ആദ്യം തന്നെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഇതിൻ്റെ GK പാർട്ട് ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. GK പാർട്ട് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു. നല്ല നിലവാരം എന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയെക്കാട്ടിലും നിലവാരം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ ആ ഒരു നിലവാരത്തിൽ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ പോലും ഈ പരീക്ഷയിൽ GK പാർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഇതിനെക്കുറിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിച്ച എല്ലാവരും തന്നെ ഇതേ അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത്. അവരും പറഞ്ഞത് ഇത് തന്നെയാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ ടെൻഷനാക്കുന്ന ചോദ്യങ്ങളായിരുന്നു പലതും എവിടെയൊക്കെയോ വായിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ എന്താണ് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് ആ ഉത്തരം കണ്ടെത്താനായിട്ട് ചെറിയൊരു വിഷമം നേരിടുന്നു എന്നതായിരുന്നു പ്രശ്നം. പ്രത്യേകിച്ചും തിരുവനന്തപുരം LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ട് അതൊന്ന് സോൾവ് ചെയ്തൊക്കെ നോക്കി ആ കോൺഫിഡൻസിൽ കൊല്ലം, കണ്ണൂർ LDC പരീക്ഷാ ചോദ്യപേപ്പറിനെ സമീപിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ചില ആളുകളുടെ വാക്കൊക്കെ വിശ്വസിച്ചിട്ട് തിരുവനന്തപുരം LDC പരീക്ഷയുടെ ആ ചോദ്യപേപ്പറിൽ അതിൽ ചോദിച്ച ചോദ്യങ്ങളുടെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നത്. അതിൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേനും ചോദ്യത്തിൻ്റെ ആ ഒരു നിലവാരം ഉയർന്ന ആ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കും പലരും എന്ത് ചെയ്തു, പതറിപ്പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ്, ഒരു വെപ്രാളമാണ്. എങ്ങനെയെങ്കിലും കുറേ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ മാക്സിമം എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് കിട്ടുന്ന മാർക്കൊക്കെ അങ്ങ് നേടാം എന്ന രീതിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ അങ്ങ് അടയാളപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ച് കുറേ എണ്ണം അങ്ങ് കറക്കി കുത്തിയ അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിന് പ്രകാരം GK പാർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരുവനന്തപുരം LDC എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അശ്രദ്ധ മൂലമാണ് നെഗറ്റീവ് ഉണ്ടായതെങ്കിൽ കൊല്ലം, കണ്ണൂർ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കറക്കിക്കുത്തൽ കാരണമാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു 70 മാർക്ക് GK പാർട്ടിൽ നിന്നും ഒരു അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരു എബോവ് ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് ഒരു 35 to 40 മാർക്കാണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ഈ 70 മാർക്കിൽ തന്നെ വരുന്നതാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണിയെടുക്കാവുന്ന അത്രയും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അത്ര ഈസി ചോദ്യങ്ങളും ആയിരുന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോഴാണ് ഈ 70ൽ 35 to 40 ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ചോദ്യങ്ങൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. തിരുവനന്തപുരം LDC പരീക്ഷയുടെ ചോദ്യങ്ങളെപ്പോലൊക്കെ തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിച്ച ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പൊതുവെ പരീക്ഷകളിൽ, പ്രത്യേകിച്ചും PSC പരീക്ഷകളിൽ കണ്ടുവരുന്ന രീതി GK പാർട്ട് അല്പം പാടാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പാർട്ട്
കുറച്ച് എളുപ്പമായിട്ടാണ് വരിക. ഇവിടെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 30 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് 30 മാർക്കിന് ചോദ്യം ചോദിച്ചപ്പോൾ എത്ര മാർക്ക് ഒരു അത്യാവശ്യം നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു 25 മാർക്കൊക്കെ ഈ ഭാഗത്ത് നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ടാവണം എന്നാണ് കരുതുന്നത്. അപ്പോൾ ആകെ ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ GK പാർട്ടിൽ നിന്ന് 35 to 40, പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്ന് ഒരു 25, അങ്ങനെ നോക്കുമ്പോൾ ഒരു എബോവ് ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് ഒരു 60 to 65 മാർക്കാണ് ഈ പരീക്ഷയിൽ നേടാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് കരുതേണ്ട മാർക്ക് എത്രയാണ് എന്ന് നോക്കിയാൽ ഏകദേശം ഒരു 50 to 55, 50നും 55നും ഇടയിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ കൊല്ലം കണ്ണൂർ LDC പരീക്ഷയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 50നും 55നും ഇടയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു 60 മാർക്കിന് മേലെയൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർ അൾട്രാ സേഫാണ്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 60 മാർക്കിനൊക്കെ മേലെ സ്കോർ ചെയ്തിട്ടുള്ളവർ അവർ എന്തുകൊണ്ടും സേഫ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. 50 to 55 നിങ്ങളുടെ മാർക്കെങ്കിൽ അതിനിടയിലായിരിക്കും തീർച്ചയായിട്ടും ഈ കൊല്ലം കണ്ണൂർ പരീക്ഷയുടെ കട്ട് ഓഫ് വരിക. ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യം തന്നെയായിരുന്നു ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സംസാരിച്ച ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും ഇതേ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചതും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.